മോളുടെ സ്കൂളിലെ ഓണം പ്രോഗ്രാമിൻ്റെ തലേ ദിവസമേ എല്ലാം ഒന്ന് ഞാൻ അറേഞ്ച് ചെയ്ത് വെക്കുമായിരുന്നു. അപ്പോൾ മോൾ എൻ്റെ അടുത്തേക്ക് വന്നു. ചോദിച്ചതോ, നാളെ സ്കൂളിലേക്ക് സദ്യ ഉണ്ടാക്കി തരാമോന്ന്. നന്നായി, ഇൻസ്റ്റാമാർട്ട് ഉണ്ടല്ലോ. ഈ ഡയലോഗ് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഹൈ ഡിയേഴ്സ്, എല്ലാവരും സേഫായി ഹാപ്പി ആയിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പറഞ്ഞ പോലെ മോള് ചോദിച്ചു നാളെ ഫുഡ് എന്താ തന്നു വിടാമെന്ന്. ഞാൻ പറഞ്ഞു ചപ്പാത്തിയോ ദോശയോ തന്നു വിടാം. അപ്പോൾ പറഞ്ഞില്ല, എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോറാണ് കൊണ്ടുവരുന്നത്. അപ്പോഴേ നമുക്ക് കാര്യം പിടികിട്ടി. ഞാൻ പറഞ്ഞു ഓക്കെ, എന്നാൽ ചോറും ചമ്മന്തിയും തരാമെന്ന്. അപ്പോഴല്ലേ കാര്യം പുറത്ത് വരുന്നേ. മമ്മി സദ്യ ഉണ്ടാക്കി തരാമോ എന്നൊരു ചോദ്യം. ഞാൻ പറഞ്ഞു നടക്കില്ല മോളെ, സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല, രാവിലെ ഇതൊന്നും ചെയ്ത് തന്നു വിടുന്നത് നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് വിട്ടു. പക്ഷെ രാത്രി കിടക്കുന്ന സമയമായപ്പോഴേക്കും ആലോചിച്ചപ്പോൾ എനിക്കും ഒരു തോന്നല്, എന്നാ പിന്നെ ഒന്ന് ഉണ്ടാക്കിയാലോ, അടുത്ത വർഷം ഉണ്ടാക്കി കിടക്കാൻ നമ്മളൊക്കെ ഉണ്ടോന്ന് എങ്ങനെ അറിയാം. അങ്ങനെ ഒരു തോന്നൽ വന്നപ്പോൾ ഞാൻ നേരെ ഇൻസ്റ്റാമാർട്ടിൽ കയറി. രാത്രി 11 മണിക്ക് ശേഷമാണേ അവിയൽ പാക്കും സാമ്പാർ പാക്കും കിട്ടുമെന്നുള്ളത് നമുക്കറിയാം. ബാക്കി എന്തൊക്കെയാ ചെയ്യാൻ പറ്റുമെന്ന് ഇങ്ങനെ കുറേ നോക്കി വന്നപ്പോഴാണ് വെളുത്തുള്ളി തൊലിച്ചതും ചുവന്നുള്ളി തൊലിച്ചതും തേങ്ങ ചെരുകിയതും മാങ്ങയും ബീട്രൂട്ടൊക്കെ സ്ലൈസ് ചെയ്തതും ഒക്കെ ഉണ്ടെന്ന് കാണുന്നത്. അങ്ങനെ ഏകദേശം എല്ലാം ഒന്ന് കാർട്ടിലൊക്കെ ഇട്ട് വെച്ചു. പക്ഷെ കുറേയൊക്കെ ആ ടൈം ആയതുകൊണ്ട് തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. അങ്ങനെ പിന്നെ രാവിലെ എഴുന്നേറ്റ ശേഷം ഞാൻ എല്ലാം ഓർഡർ ചെയ്തു. സാധനങ്ങളെല്ലാം കൈ കിട്ടി. ഇതേ പെട്ടെന്നൊരു സദ്യ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ഇപ്പൊ കുറച്ചുകൂടി ഈസിയാണ് നമ്മുടെ ലൈഫിലല്ലേ. സാധാരണ സദ്യ ഉണ്ടാക്കണമെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ നേരത്തെ മേടിച്ച് തലേന്നേ എല്ലാം കട്ട് ചെയ്ത് ഓരോരോ ബോക്സിലാക്കി വെക്കാറുണ്ട്. അതിനുശേഷം രാവിലെ 6 മണിക്ക് തുടങ്ങുന്നതാണ് കേട്ടോ. കാരണം ഒരു കുറേ ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കുമല്ലോ. ഇതിപ്പോ അത്രയൊന്നുമില്ല, ചെറുതായിട്ടൊരു മോളുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു 4-5 ഐറ്റംസ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് അതിനുള്ള സമയമുള്ളൂ. അങ്ങനെ അത്യാവശ്യം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് തലേന്നേ ഞാനൊന്ന് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു, രാത്രി ഉറങ്ങുന്നതിന് മുന്നേ തന്നെ. അപ്പോൾ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച ശേഷം ഞാൻ മോളെ ഒന്ന് റെഡിയാക്കി അവളെ സ്കൂളിലേക്ക് വിട്ടു. കാരണം മോളെ റെഡിയാക്കലും കുക്കിങ്ങും രണ്ടും ഒരുമിച്ച് എന്തായാലും രാവിലെ നടക്കില്ലല്ലോ. അപ്പൊ ഞാൻ സ്കൂളിൽ കൊടുത്തു വിടാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ വന്ന് ഈ സാധനങ്ങളെല്ലാം ഒന്ന് ഒതുക്കി വെച്ചു. ഇനി നമുക്ക് നമ്മുടെ ഡെയിലി റുട്ടീനിലേക്ക് പോവാം. എൻ്റെ ക്യാൻഡിൽ കത്തിച്ച് വെച്ചിട്ട് ഞാനൊരു ചായ കുടിച്ച് കുറച്ച് സമയം ഇരുന്നു. രാവിലെ ബസ് വരുന്നതിന് മുന്നേ മോളെ റെഡിയാക്കാനായിട്ട് ഒരു ഇത്തിരി ധൃതിയായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് റിലാക്സ് ചെയ്തിട്ടല്ലാതെ ഇനി ഒന്നും കുക്ക് ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനെ കുറച്ച് സമയം ഒന്ന് റിലാക്സ് ചെയ്ത ശേഷം ഞാൻ എൻ്റെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. സാമ്പാറിൻ്റെ അവിയലിൻ്റെ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് അടുപ്പിൽ വേവിക്കാൻ വെച്ചു. അതിനുശേഷം ഞാൻ രസം ഉണ്ടാക്കി. അവിയലിൻ്റെ വെജിറ്റബിൾസ് ഒക്കെ വെന്ത ശേഷം യോഗോട്ട് ഇട്ട് മിക്സ് ചെയ്തിട്ട് വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ടു. അതും അടച്ചു വെച്ചു. അതിനുശേഷം നമ്മുടെ സാമ്പാറിൻ്റെ പ്രിപ്പറേഷനിലാണ്. സാമ്പാർ രാവിലത്തേക്കും കൂടി വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അല്പം കായപ്പൊടിയിട്ട് മല്ലിയിലയിട്ട് കടുക് താളിച്ചത് ഇട്ട് അതും അടച്ചു വെച്ചു. ആ സമയം കൊണ്ട് തന്നെ അപ്പുറത്തെ അടുപ്പിൽ ഇഡ്ഡലിയും പിന്നെ ചോറും വെക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് മച്ച എഴുന്നേറ്റ് വന്നു. അങ്ങനെ മച്ചയ്ക്ക് ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ കൊടുത്ത ശേഷം ഞാനൊരു പെട്ടെന്നൊരിത്തിരി അച്ചാറിടാനുള്ള പ്രിപ്പറേഷനിലായി. ഞാൻ ഇപ്പോൾ കഴിക്കാനിരുന്നു കഴിഞ്ഞാൽ പിന്നെ ജോലി നടക്കത്തില്ല. മോൾക്ക് 12:30 മുന്നേ ഫുഡ് കൊണ്ട് കൊടുക്കേണ്ടതുമാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരു ഇൻസ്റ്റന്റ് അച്ചാർ വാങ്ങിയിട്ടു. അപ്പോഴേക്കും അത്യാവശ്യം സമയമായിട്ടുണ്ടായിരുന്നു. എന്നാലും പെട്ടെന്നൊരു ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാമെന്ന് വെച്ചു. അങ്ങനെ ബീട്രൂട്ട് വേവിച്ചതും തേങ്ങ അരപ്പും യോഗോട്ടും ഒക്കെ ഇട്ട് ഉപ്പും ഒക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം കടുക് താളിച്ചിട്ട് അത് സെറ്റ് ചെയ്തെടുത്തു. അതിനുശേഷം പപ്പടവും പൊരിച്ചെടുത്തു. അങ്ങനെ അത്യാവശ്യം കൊടുത്തു വിടേണ്ടതെല്ലാം റെഡിയായി. സാമ്പാറും അവിയലും രസവും പപ്പടവും അച്ചാറും പച്ചടിയും എല്ലാം റെഡിയായി. ക്യാരറ്റ് തോരൻ ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു, അതിനുവേണ്ടിയാണ് മേടിച്ചത്. പക്ഷെ സമയമില്ല. ഇനി ചെറിയ സദ്യ ആണെങ്കിലും പായസം ഇല്ലാതെ സദ്യ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ സ്കൂളിൽ പായസം കൊടുത്തുവിടണ്ടെന്ന് തന്നെ ഞാൻ വിചാരിച്ചു. കാരണം മറ്റു കുട്ടികളും ഉള്ളതല്ലേ, നമുക്ക് അത്രയും കൊടുത്തുവിടാനും പറ്റില്ലല്ലോ. അപ്പം ഞാൻ പായസം അങ്ങ് അവോയ്ഡ് ചെയ്തിട്ട് ബാക്കിയെല്ലാം പാക്ക് ചെയ്തു. നൈഫിൻ്റെ കയ്യിൽ 12:30 ആയപ്പോൾ തന്നെ കൊടുത്തു വിട്ടു. ഇതിപ്പോൾ ഇത്രയും ഐറ്റംസ് ഒന്നും ഇല്ലാതെ ഈ ചോറിൽ ഇത്തിരി ചമ്മന്തിയും അച്ചാറും ഒരു മുട്ട പൊരിച്ചതും വെച്ച് കൊടുത്തു വിട്ടാൽ തന്നെ എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പൊതിച്ചോറ് എന്ന് പറഞ്ഞാൽ എൻ്റെ നഫയ്ക്ക് മെയിൻലി നല്ല ഇഷ്ടമാണ് ചോറും ചമ്മന്തി അച്ചാറും. അതുകൊണ്ട് തന്നെ അവർ നല്ല സന്തോഷത്തോടുകൂടി കഴിച്ചു. നാഫിസ് ആക്ച്വലി ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ചോറ് കൊടുത്തുവിട്ട് സ്കൂളിൽ നിന്ന് കിട്ടുമ്പോഴാണ് സംഭവം അറിയുന്നയാള്. തിരിച്ചു വന്ന ശേഷം എന്നോട് പറഞ്ഞു, ഉമ്മി ഇന്നത്തെ ഊണ് വിഷയമായിരുന്നു എന്നാ പറഞ്ഞത്. ഇനിയിപ്പോൾ ഇത്തിരി സമാധാനമായിട്ട് പായസവും തോരനും ഒക്കെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പായസത്തിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തു. ഇൻസ്റ്റന്റ് പായസം എനിക്കതിന് ഇഷ്ടമല്ല കേട്ടോ. പ്രഥമന് കൂടി ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ ആടെ കിട്ടിയില്ല കേട്ടോ. അങ്ങനെ പായസം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം പിന്നെ സത്യം പറഞ്ഞാൽ ഒരു മടിയായി പോയി കേട്ടോ. പിന്നെ ഞാൻ
തോരനങ്ങ് അവോയ്ഡ് ചെയ്തു. മതി, ഇത്രയൊക്കെ ആവശ്യമുള്ളൂ. അപ്പോഴേക്കും 1 മണിയൊക്കെ ആയി കേട്ടോ. പിന്നെ ഞാനെടുത്ത് ഇഡ്ഡലി എടുത്ത് കഴിച്ചു. രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. പിന്നെ അത് കഴിച്ച ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അടുപ്പും കിച്ചണൊക്കെ ഒരു പരുവായിട്ടുണ്ടായിരുന്നു. കാരണം ഓടി നടന്നുള്ളൊരു കുക്കിംഗ് അല്ലായിരുന്നോ. പിന്നെ ഞാൻ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. ക്ലീൻ ആക്കി കണ്ട ശേഷമാണ് ഒത്തിരി സമാധാനം കിട്ടിയത് കേട്ടോ. പിന്നെ ഞാൻ ഇച്ചിരി പായസം എടുത്ത് ആ ടേസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പായസമൊക്കെ കുടിച്ചിട്ട് നോക്കിയപ്പോഴാണ് ഒരു 2-3 മാങ്ങ ഇരിക്കുന്നത് കണ്ടത്. പിന്നെ ഞാനത് ജസ്റ്റ് ഒന്ന് ഉപ്പിലിട്ട് വെച്ചു. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാമാർട്ട് സദ്യ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടേക്ക് കെയർ.